ഹലോ, അപ്പോൾ നമ്മളുടെ കുട്ടി വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ചങ്ങനകുളം പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് പോകേണ്ട ആവശ്യം എന്താ വെച്ചെങ്കിൽ എനിക്ക് വണ്ടിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ വണ്ടിക്ക് ഇൻഷുറൻസ് റിന്യൂവലും പിന്നെ വണ്ടിയുടെ സ്മോക്ക് ടെസ്റ്റും ചെയ്യാനുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്യണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പോൾ നമ്മളത് ചെയ്യണം. സ്മോക്ക് ടെസ്റ്റിന് 2 ദിവസം കൊണ്ട്, പക്ഷെ നമ്മൾ ആ ഡേറ്റ് കഴിയുന്നവർ കാത്തിരിക്കേണ്ടത്. അപ്പോൾ മുൻകൂട്ടി ചെയ്ത് വെക്കാമല്ലോ. അതുപോലെ റിന്യൂവലുണ്ട് ഇൻഷുറൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചങ്ങനാളത്ത് പോകണം. മഴ പക്ഷേ നമുക്ക് പുറത്ത് പോയേ തീരും. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. കേരളം മഴക്കാലമാണ്, പക്ഷേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് പുറത്തുള്ള പൊല്യൂഷൻ സംഭവങ്ങൾ. ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സൺസ്ക്രീനാണ്. എന്ത് അടിപൊളിയാണ് കേട്ടോ. ഡോക്കിൻ്റെ പർപ്പിൾ സൺസ്ക്രീൻ. നെക്സ്റ്റ്, ഇതില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കും ലിപ്സ്റ്റിക്. ഒരു ഷെയ്ഡും കൂടി വെച്ചിട്ട് നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഫേസ് സ്കാനഡായിട്ട് കണ്ടോ, ഈ ഒരു ഷെയ്ഡ് കിട്ടും. നല്ല ഷെയ്ഡല്ലേ. ഇനി നമുക്ക് ഹെയറാണ്. റെഡിയായി. ഇനി നമുക്ക് പോവാം കേട്ടോ. കമ്മലിട്ടില്ല, കമ്മൽ വേണം. നമ്മളേതെങ്കിലും സിമ്പിൾ കമ്മൽ നോക്കി വെക്കാം. കമ്മൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി നമുക്ക് പോവാം. വീട്ടിലെ പണികളൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് ചോറ്, പിള്ളേർക്ക് സ്കൂളിലെ കാരണം അവർക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറും മുതിര കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അത് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കറി ഞാനങ്ങനെ വെക്കാറ് കുറവാണ്, കാരണം രാവിലേക്ക് എല്ലാം കൂടി ആവില്ല. അപ്പോൾ അവർക്ക് തൈരാണ് സ്കൂളിലേക്ക് ഇഷ്ടം. അപ്പോൾ അവർ തൈര് കൊണ്ടുപോകും. ചിലപ്പോൾ ഇഡ്ഡലിക്കാണെങ്കിൽ സാമ്പാർ വയ്ക്കും, മുരിങ്ങയില കറി അരക്കിന് കൂടുതലും വെക്കാറുള്ളൂ. അല്ലാതെ പുളിങ്കറി അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കൽ കുറവാണ്. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് കറിയുടെ മുകളിലേക്ക് ഞാൻ കയറാറുള്ളൂ. അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ട് തന്നെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മുരിങ്ങയില കറി ഇരിക്കുന്നുണ്ട്. അവർ തൈര കൊണ്ടുപോയത്, കാരണം അവർക്ക് ഇന്നലത്തെ കറി കൊടുത്തയച്ച് കഴിഞ്ഞാൽ കേട് വന്നല്ലോ. അപ്പോൾ അത് കൊടുക്കില്ല, അവർ തൈര് കൊണ്ടുപോകും. പിന്നെ വൈകുന്നേരം വന്ന ശേഷമാണ് കറി കൂട്ടി ചോറുണ്ടാവുക കേട്ടോ. അപ്പോൾ അതായിരിക്കണം. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിരിക്കണം. അടിക്കലും തുടക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു. പിന്നെന്തായിരുന്നു, തിരുമ്പാനുണ്ട്. പക്ഷെ അത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി ചെയ്ത് ഞാൻ പോകുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ അത് നമുക്ക് വന്നിട്ട് വൈകുന്നേരമായിട്ട് തിരുമ്പിടാം. ഓക്കെ. ഇപ്പോൾ മഴയാണ്, അപ്പോൾ വാഷിംഗ് മെഷീനിലിടാം. കാരണം മഴയത്ത് മറ്റേ കയ്യലക്ക് നടക്കില്ല. പക്ഷെ ഞാൻ കയ്യലക്ക് തന്നെ ചെയ്യാറ് കേട്ടോ. എന്നിട്ട് വാഷിംഗ് മെഷീനിലെ ഡ്രയറിലിട്ട് ഉണക്കുകയും ചെയ്യാറ്. അപ്പം എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പോട്ടെ. മഴക്കാറുണ്ട്. അപ്പോൾ അടുത്ത മഴ എത്തുമ്പോഴേക്കും എനിക്ക് പോകണം. ആദ്യം സ്മോക്ക് ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ പൂട്ടി ഞാനിങ്ങനെ കസാര വയ്ക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നായ്ക്കൾ കയറും. മുന്നൊന്നും കയറുന്നില്ല കേട്ടോ, പക്ഷെ ഇപ്പോൾ കയറുന്നുണ്ട്. അപ്പോൾ അതേപോലെ കസാര വയ്ക്കും. പിന്നെ ഇത് എൻ്റെ അനിയത്തിയുടെ ബാഗാണ് കേട്ടോ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. എനിക്ക് ആ ബാഗിൻ്റെ കളർ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ എനിക്ക് തന്നു. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. ഞാൻ മാസ്ക് ഇടാൻ മറന്നു. സത്യം പറഞ്ഞാൽ സാറിന് മാസ്ക് ഇട്ടു കേട്ടോ, കാരണം പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഇട്ടു, പക്ഷേ എടുക്കാൻ മറന്നു. പിന്നെ നമ്മളങ്ങനെ ഇനി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോണ സമയത്ത് ഇതേപോലെ ഗേറ്റ് അടയ്ക്കും കേട്ടോ. ഗേറ്റ് അടച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നായ്ക്കൾ കയറും. നായ്ക്കൾ വേറെ വഴിക്കും കയറും. എങ്കിലും ഞാൻ ശരി പോകുമ്പോൾ അങ്ങനെ ഗേറ്റ് അടച്ചിട്ടാണ് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പുക ടെസ്റ്റിന് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പുക ടെസ്റ്റിനാണ് വന്നത്, പക്ഷേ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ആദ്യം എന്തായാലും ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ പോവാം. ചങ്ങനാകുളത്തെ LIC ഓഫീസ് ഉണ്ട്. അവിടെയാണ് ഞാൻ ഇൻഷുറൻസ് റിന്യൂവൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി നമുക്ക് നേരെ സ്മോക്ക് ടെസ്റ്റ് പോവാം. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ ഷോറൂമിൽ പുക ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ LIC കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പാദസരമൊക്കെ പൊട്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു പാദസരം മേടിക്കണം, ഫാൻസിയാണ് കേട്ടോ. പിന്നെ നല്ല ഭയങ്കര മാലകൾ കണ്ടു, അന്ന് മേടിച്ചില്ല. പിന്നെ കമ്മൽ എവിടെ കണ്ടാലും നമ്മൾ പൊക്കുമല്ലോ. അപ്പോൾ ഒരു കമ്മൽ എടുത്തു. ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഞാൻ അതെടുത്തില്ല. ഇതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കമ്മൽ ഞാൻ എടുത്തില്ല. ഈ ഒരു കമ്മൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സെയിം കമ്മൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ പോണ വഴിക്ക് എന്തായാലും സ്റ്റുഡിയോയിൽ കയറി പുതിയ വല്ല കളക്ഷനും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാമല്ലോ. പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ. പോയ പോലെ തിരിച്ചിറങ്ങി. അങ്ങനെ സ്മോക്ക് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പാൽ മേടിക്കാണ്ടായിരുന്നു. പാലും കോഴിമുട്ടയും മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ. ഇപ്പം അതിന് ഉച്ചയായ സമയം.
അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പോയത് നമ്മൾ ആദ്യം ഇൻഷുറൻസ് റിന്യൂവലായിരുന്നു. ആദ്യം പുക ടെസ്റ്റ് ചെയ്ത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഇല്ല, അവിടെ പൂട്ടിക്കണം. വർഷത്തിലൊരിക്കലും നമ്മളിത് ചെയ്യുന്നുള്ളൂ. പിന്നെ അതാ ഈ കാര്യം അന്വേഷിക്കണില്ലല്ലോ. പിന്നെ അങ്ങനെ ഇൻഷുറൻസ് റിന്യൂവലിന് കൊടുത്തു. ഇൻഷുറൻസിനെ ഫുൾ കവറേജാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുൾ കവറേജ് വേണം വണ്ടിക്ക് എപ്പോഴും. തേർഡ് പാർട്ടി മാത്രമാകുമ്പോൾ നമുക്ക് അച്ഛൻ പോയതോടെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. വണ്ടി എപ്പോഴും ഫുൾ കവറേജ് ആയിരിക്കണം. അപ്പോൾ അത് ചെയ്തു. പിന്നെ പുക ടെസ്റ്റ് പിന്നെ വേറെ സ്ഥലത്തു നിന്നാണ് ചെയ്തത്, അത് ചെയ്തു. പിന്നെ അതാ വീട്ടിലേക്ക് വരെ കുറച്ച് പാല് തൈരൊക്കെ മേടിക്കാണ്ടായിരുന്നു, കോഴിമുട്ടൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഏറ്റവും ചിലവുള്ള സാധനങ്ങളാണ് പാലും തൈരും മുട്ടയും. പിള്ളേർക്ക് സ്കൂളിലേക്കൊന്നും ഓരോ മുട്ട വേണം. അപ്പോൾ അതിൻ്റെ തിരക്ക്. അപ്പോൾ തിരക്ക് എന്തൊക്കെ പറയണേന് അത് ആൾക്കാർ പോകുമ്പോൾ എനിക്കൊരു സംസാരിക്കലും മതി. ഇപ്പോൾ പിന്നെ ചമ്മലൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി നേരെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക. ഫുഡ് വീട്ടിലുണ്ട്. ഇപ്പോൾ പുറത്തൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഒരു വണ്ടി കൂടി വരുന്നുണ്ട്. ഫുഡ് കഴിക്കുകയാണ് ഇനി അടുത്ത പരിപാടി. വേറെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടികളൊന്നും ഇല്ല. കഴിഞ്ഞു. ടയേർഡായി. ഇപ്പോൾ സമയം 1:30 സമയം കേട്ടോ. അതാണെന്ന് വെച്ചാൽ ഇൻഷുറൻസിൻ്റെ അവിടെ അവർ അറിയുന്ന ആൾക്കാരാണ്, ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി അച്ഛൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ കുറേ സമയം പോയി. അപ്പോഴേക്കും കറണ്ട് പോയി, പ്രിൻ്റ് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ പ്രിൻ്റ് നാളത്തേക്ക് പോയിട്ട് എടുക്കണം. നാളേക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അതിനൊന്ന് പോകണം. പിന്നെ പ്രിൻ്റ് പോയിട്ട് എടുക്കുക വേണ്ടു. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ നല്ല സുഖമായിട്ട്, നല്ല പച്ചപ്പ്, നല്ല തണുപ്പ്. ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട്. കണ്ട കാർമേഘം അടുത്ത മഴയ്ക്കുള്ള ഒരുക്കം കൂട്ടുകയാണ്. അപ്പോഴേക്ക് എനിക്ക് ഇനി വീടെത്തണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നാണ് ഇനിയിപ്പോൾ വീടെത്തട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രത്യേകിച്ചില്ല, എന്നാലും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതേപോലുള്ള കുഞ്ഞു ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി തിരക്കുകളൊന്നുമില്ല കേട്ടോ. കാരണം ഒക്കെ ആയിരിക്കണം, വണ്ടിയുടെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ പുറത്തിറങ്ങേണ്ട ആവശ്യം കുറച്ച് ദിവസത്തേക്കില്ല, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഇതേപോലെ പോകുമ്പോൾ ഞാൻ ഇതുപോലെ വ്ലോഗ് ഇടാം. ഓക്കെ, ബൈ.